എൻ്റെ പേര് ചിഞ്ചു. ഞാൻ തൃശ്ശൂരിൽ നിന്ന് വരുന്നു. ഈ വർഷം ജനുവരി മുതലാണ് ഞാൻ അത്ഭുതങ്ങളുടെ ജപമാലയും അന്തോണീസിനോടുള്ള നോവേനയും ദൈവവചന ശുശ്രൂഷയും കണ്ടു പ്രാർത്ഥിച്ചു തുടങ്ങിയത്. ഒരു റെക്കോർഡഡ് ദൈവവചന ശുശ്രൂഷയിൽ അലങ്കാരത്തിന് പോലും മദ്യക്കുപ്പികൾ വീട്ടിൽ സൂക്ഷിക്കരുതെന്ന് പറഞ്ഞ അത് ഞാൻ ആ ടോക്ക് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ തീരുമാനിച്ചു, എൻ്റെ വീട്ടിലും കുറച്ച് മദ്യക്കുപ്പികൾ അലങ്കാരത്തിന് വെച്ചിട്ടുണ്ട്, അതെടുത്ത് മാറ്റണമെന്ന് ഞാൻ തീരുമാനിച്ചു. ആ ആരാധനയിൽ അച്ഛൻ വിളിച്ചു പറഞ്ഞു, ചിഞ്ചു എന്ന മകളുടെ ഓവർ ബ്ലീഡിങ് ഈശോ എടുത്ത് മാറ്റുന്നു എന്ന്. എനിക്ക് വർഷങ്ങളായിട്ട് ഓവർ ബ്ലീഡിംഗ് ആണ്. എത്ര വർഷം? ഏകദേശം 12 വർഷത്തിന് മേലെ ഹെവി ബ്ലീഡിംഗ് ആണ്. ഞാനൊരു 3-4 ദിവസത്തേക്ക് പള്ളിയിൽ പോലും പോവാറില്ല. മരുന്നൊന്നും കഴിച്ചിരുന്നില്ല. പക്ഷെ എനിക്ക് ഭയങ്കര ബ്ലീഡിംഗ് ആയിരുന്നു, വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഈ തീരുമാനിച്ചു മദ്യക്കുപ്പികളൊക്കെ എടുത്ത് മാറ്റി. പിറ്റത്തെ തവണ മുതൽ ഇപ്പോൾ 6 മാസത്തോളമായിട്ട് എനിക്ക് നല്ലൊരു കൈയടി കൊടുത്തേ, ഗംഭീര കൈയടി കൊടുത്തേ. കണ്ടോ, മദ്യക്കുപ്പികൾ സാക്ഷ്യം വരുന്നില്ലേ? അപ്പോൾ ഒരു കുപ്പി ഇത്രയും പ്രശ്നം കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അത് കഴിക്കുന്നവരുടെ കാര്യം ഇനി പറയേണ്ട ആവശ്യമില്ലല്ലേ. പിന്നെ എനിക്ക് വെയിൽ കൊള്ളുമ്പോൾ ഭയങ്കര തലവേദനയും ഛർദിയായിരുന്നു, അത് മാറിപ്പോയി. പിന്നെ എനിക്ക് കുളി കഴിഞ്ഞാൽ ഇയർബഡ്സ് ഇടുന്ന ഒരു പേടിയുണ്ടായിരുന്നു. അത് കുറേ ഇയർബഡ്സും ഇടണം, ചെവികടി വരും. അതെനിക്കൊരു ഹാബിറ്റ് പോലെയായിരുന്നു, അത് മാറി കിട്ടി. പിന്നെ ഒരിക്കൽ അച്ഛൻ വിളിച്ച് പറഞ്ഞു, തണ്ടൽ വേദന ഉള്ളവരൊക്കെ പ്രാർത്ഥിക്കുക. അപ്പോൾ ഞാൻ ആ നേരം പ്രാർത്ഥിച്ചു. അപ്പോൾ എനിക്കൊരു തണുപ്പ് അനുഭവപ്പെട്ടു തണ്ടലിൻ്റെ അവിടെ. പിന്നീട് എനിക്ക് തണ്ടൽ വേദന ഉണ്ടായിട്ടില്ല. അതും വർഷങ്ങളായിട്ടുള്ള തണ്ടൽ വേദനയാണ്, അത് മാറിപ്പോയി. പിന്നെ എൻ്റെ മകന് ഭയങ്കര ഡ്രൈ സ്കിന്നാണ്. ജനിച്ചപ്പോൾ മുതൽ ഡ്രൈ സ്കിന്നാണ്. വലുതായി വരുമ്പോൾ ഡ്രൈ സ്കിൻ്റെ ഇത് കൂടി തുടങ്ങി, ഭയങ്കര പാമ്പിൻ്റെ തൊലി പോലെയൊക്കെ ആയി തുടങ്ങിയിരുന്നു. വെഞ്ചിരിച്ച തേൻ ഉപയോഗിച്ച് കഴിച്ചു തുടങ്ങിയപ്പോഴത്തേക്കും അത് മാറി കിട്ടി. തേൻ കഴിക്കുകയാണ് ചെയ്തത്, മാറി കിട്ടി. ഈ അത്ഭുതങ്ങളുടെ ജപമാലയിൽ ലൈവിലായാലും റെക്കോർഡിലായാലും അച്ഛൻ പലപ്പോഴും വിളിച്ചു പറഞ്ഞിരുന്നു, ചിഞ്ചുവിനെ അനുഗ്രഹിക്കുന്നു. ആരാണ് ചിഞ്ചു? സാക്ഷ്യം പറയുന്നില്ലല്ലോ. ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് സാക്ഷ്യം പറയാൻ ആവശ്യപ്പെടുന്നിരുന്നു എപ്പോഴും അച്ഛൻ വിളിച്ചു പറഞ്ഞിരുന്നു. നന്ദി പറയാട്ടോ, വലിയ അനുഗ്രഹമാണ് കിട്ടിയിരിക്കുന്നത് കേട്ടോ, വലിയ സാക്ഷിയാണ് കേട്ടോ.